ഹായ്. ഇപ്പോൾ ഇവിടെ ഏകദേശം സമയമെന്ന് പറഞ്ഞാൽ ഒരു 3 മണി, 4 മണി, 2 മണി. ഐ ഡോണ്ട് നോ, ഞാൻ സമയം ശ്രദ്ധിച്ചില്ല. ഈ പെട്ടെന്നൊരു കാര്യം പറയണമെന്ന് ഇങ്ങനെ തോന്നിയ ഒരു വെളിപാടുണ്ടായത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. ഞാൻ ചെറിയ ഉറക്കപ്പിച്ചിന്ന് ഇങ്ങനെ മുഖം കഴുകിയാണ് വന്നത്. സോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എൻ്റെ ഫേസിലുണ്ടാവാം. ഞാൻ ഈ ഒരു സ്പിരിച്വൽ പ്രാക്ടീസൊക്കെ തുടങ്ങുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്ന ഡൗട്ടാണ്. പ്രത്യേകിച്ച് ഈ മൈൻഡ്ഫുൾനെസ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡൗട്ടാണ് അവെയർനെസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന്. അതായത് അവെയർനെസ് എങ്ങനെ നിലനിർത്തും, എൻ്റെ ബോധം എങ്ങനെയാണ് ഞാൻ നിലനിർത്താൻ പോകുന്നതെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. പിന്നീട് എനിക്കൊന്ന് ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ ചില വീഡിയോസ് കണ്ടപ്പോഴാണ് എനിക്കൊരു റിയലൈസേഷൻ ഉണ്ടായത്. അവെയർനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. അതായത് നമ്മൾ അവെയർനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതൊരു സെൽഫ് സെൻറ്റേർഡ് ഈഗോയ്ക്ക് ആക്ടിവിറ്റിയാണ്. അതായത് നമ്മളൊരു അവെയർനെസ്സിൽ ഇങ്ങനെ ബോധത്തോടു കൂടി ഇരിക്കുമ്പോൾ നമുക്ക് നല്ല സുഖവും സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ നമ്മൾ ശ്രമിക്കും. നമ്മൾ ആ അവെയർനെസ്സിനെ ഇങ്ങനെ ഒരു ലെവലിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, സുഖം ഇങ്ങനെ ആ പ്ലഷർ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കും. അത് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുന്നത് ആരാണ്? അവെയർനെസ്സാണ്, ബോധമാണ്. ബോധത്തിന് ഇങ്ങനെ നിന്ന് പോകാനായിട്ട് ഒരു ആളുടെയും സഹായം ആവശ്യമില്ല. അതിങ്ങനെ നിൽക്കണം, ഈ സുഖം തുടരണം എന്ന് ആഗ്രഹിക്കുന്ന ആരാണ്? ഒബിയസ്ലി നമ്മുടെ സെൽഫ് ഐഡൻറ്റിറ്റിയാണ്, നമ്മുടെ ഉള്ളിലെ സെൽഫ് ഇമേജാണ്, നമ്മുടെ ഉള്ളിലെ ഞാനെന്ന് പറയുന്ന ആ ഒരു ഐഡൻറ്റിറ്റിയോ ഭാവമോ ആരോ ആണ്. കാര്യം എന്താണ്? എന്തിലും പിടിച്ചു നിൽക്കാൻ അവിടെയും മൈൻഡ് സ്വയം സർവൈവ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്രിപ്പ് ഇടാൻ നോക്കുകയാണ് അവെയർനെസ്സിൽ. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അല്ലാതെ അവെയർനെസ്സിന് ആഗ്രഹങ്ങളില്ല, ഡിസയറുകളില്ല. അവരിങ്ങനെ സ്വയം മെയിൻറ്റെയിൻ ചെയ്യാനോ പിടിച്ചു നിൽക്കാനോ ശ്രമിക്കാറില്ല. അവെയർനെസ് എപ്പോഴും ഇങ്ങനെ ശുദ്ധബോധമായിട്ട് നിലനിൽക്കുകയാണ്, അതെപ്പോഴും ഉണ്ട്. അതിങ്ങനെ അവെയർനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ട്രൈ ചെയ്യേണ്ട കാര്യമില്ല. ബേസിക്കലി അവെയർനെസ് എപ്പോഴും ഉള്ളൊരു കാര്യമാണ്. നമ്മൾ അവെയർനെസ് ഉള്ള കാര്യം ഐഡൻറ്റിഫൈ, നമ്മുടെ ശ്രദ്ധ മാറിപ്പോകുന്നു, നമ്മൾ സെൽഫ് ഐഡൻറ്റിറ്റിയിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ മെമ്മറിയിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഡിസയറുകൾ ആഗ്രഹങ്ങളിലോട്ടൊക്കെ പോകുന്നത് നമ്മളാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള സെൽഫ് ഇമേജാണ്. അവെയർനെസ് എപ്പോഴും ഉണ്ട്. നമ്മൾ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും 24/7 അവെയർനെസ് ഉണ്ട്. പക്ഷെ നമ്മൾ അവെയർനെസ്സിനെ അറിയുന്നില്ല. വി ആർ നോട്ട് അവെയർ ഓഫ് ദി അവെയർനെസ് എന്നുള്ളതാണ് സത്യം. ശരിക്കും പറഞ്ഞാൽ ലൈക്ക് ഒരുപാട് സ്പിരിച്വൽ ലിറ്ററേച്ചറിലും മറ്റുമൊക്കെ പറയാറുണ്ട്, ബി അവെയർ ഓഫ് യുവർ അവെയർനെസ് എന്ന്. ശരിക്കും പറഞ്ഞാൽ ബീയിങ് അവെയർ ഓഫ് യുവർ അവെയർനെസ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു ചിന്തയിൽ നിന്നാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ അവെയർനെസ്സിന് അവെയർ ആവാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ അവെയർനെസ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ, നമ്മുടെ ആ അവെയർനെസ് ആയിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ പോകുമ്പോൾ നമ്മളതിനെ പിടിച്ചു നിർത്താൻ നോക്കും. ആ അവെയർനെസ്സിനെ ഒരു ഗ്രിപ്പിട്ട് പിടിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവെയർനെസ് അവിടെ തന്നെ ഉണ്ട്. അവെയർനെസ്സിന് ഒന്നും സംഭവിക്കില്ല. അവെയർനെസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ അത് ടൈം ബാരിങ് ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്, ടൈം ബൗണ്ട് ആണെന്നും വിചാരിക്കരുത്. പക്ഷെ അവെയർനെസ് അവിടെ ഉണ്ട്. അവെയർനെസ്സിന് നിലനിൽക്കാനോ അല്ലെങ്കിൽ പിടിച്ചു നിർത്താനോ ആരും ശ്രമിക്കേണ്ട കാര്യമില്ല. കാരണം അവെയർനെസ് എറ്റേണലായിട്ട് യുഗാന്തരങ്ങൾ പാസ് ചെയ്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവെയർനെസ്സിന് നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവെയർനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മുടെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ പോവുകയാണ്. ലൈക്ക് നമ്മൾ അവെയർനെസ്സാണ്, നമ്മൾ മൈൻഡ്ഫുള്ളായിട്ടിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മുടെ മൈൻഡ്ഫുൾനെസ് പോവുകയാണ്. ഞാനിപ്പോൾ ഈ കൈ ഇങ്ങനെ കോൺഷ്യസ് ആയിട്ട് മൂവ് ചെയ്യുന്നതാണ് മൈൻഡ്ഫുൾനെസ്. ഐ ഹോപ്പ് യു നോ ദാറ്റ്. എനിവേ, അപ്പോൾ നമ്മളെന്താണ് ചെയ്യേണ്ടത്? വി ആർ അവെയർ ഓഫ് യുവർ അവെയർനെസ് എന്നൊക്കെ പറയുന്ന പോലെ, ശരിക്കും പറഞ്ഞാൽ ഡോണ്ട് ട്രൈ ടു ബി അവെയർ ഓഫ് യുവർ അവെയർനെസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജസ്റ്റ് ബി അവെയർ. നമ്മൾ അവെയറായിരിക്കുക. നമ്മൾ അവെയർനെസ്സിന് അവെയർ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ താത്വികമായ അവലോകനം ചെയ്യാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ സെൽഫ് ഐഡൻറ്റിറ്റിയെ പിടിച്ച് ഗ്രിപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ചിലർക്ക് ഈഗോ വർദ്ധിപ്പിക്കാനും ഞാനെന്തോ അവെയർനെസ്സിൽ അവെയറായി വലിയ മഹാനായി മാറി എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടാവാനും ഒക്കെ ഇത് കാരണമാവും. ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഒരു കുട്ടിയുടെ മനസ്സോടുകൂടി, ഒരു ബിഗിനർ, ഒരു തുടക്കക്കാരൻ്റെ മനസ്സോടുകൂടി അവെയർനെസ്സിനെ അപ്രോച്ച് ചെയ്യുന്നതാണ് നല്ലത്. അവെയറായിരിക്കുക, ചെയ്യുന്ന കാര്യങ്ങൾ അവെയർനെസ്സോടു കൂടി ചെയ്യുക, ബോധത്തോടു കൂടി ഇരിക്കുക. ബോധം നഷ്ടപ്പെട്ടു പോകുമായിരിക്കും, ചില സമയങ്ങളിൽ നമ്മുടെ അവെയർനെസ് നഷ്ടപ്പെട്ടു പോകും. ഒരു കുഴപ്പമില്ല, നഷ്ടപ്പെട്ടു പോയിക്കോട്ടെ. ഈ നഷ്ടപ്പെട്ടു പോയി എന്ന് ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുമല്ലോ. അതായത് ഞാൻ കോൺഷ്യസ് ആയിട്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഈ കത്തിരി കൊണ്ട് ഞാൻ കോൺഷ്യസ് ആയിട്ട് ഇതിനെ കട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, കട്ടാവുന്നില്ല. അപ്പോൾ കട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇത് കട്ടാവുന്നില്ല. ഞാനിത് കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. പക്ഷേ ഞാനിങ്ങനെ കോൺഷ്യസ് ആയി കുറേ നേരം ഈ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്
ഈ കോൺഷ്യസ്നെസ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം ഐ ആം അവയർനെസ്. പക്ഷെ കുറേ നേരം ഒരേ കാര്യം റിപ്പീറ്റഡായിട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? നമ്മുടെ കോൺഷ്യസ്നെസ് അതിൽ നിന്ന് മാറിപ്പോകും. നമ്മുടെ മനസ്സിലോട്ട് ചിന്തകൾ വരും. പാസ്റ്റ്, പ്രസൻറ്റ്, ഡിസയർ, അങ്ങനെ പല കാര്യങ്ങളും മാറി തിരിഞ്ഞൊക്കെ വരും. അത് മാറി തിരിഞ്ഞൊക്കെ വരുമ്പോൾ ഞാൻ കോൺഷ്യസ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യത്തിൽ നിന്ന് എൻ്റെ ശ്രദ്ധ മാറുന്നു, അല്ലെങ്കിൽ എൻ്റെ ബോധം മാറുന്നു, അല്ലെങ്കിൽ എൻ്റെ അവയർനെസ് മാറുന്നു. മാറിയാൽ എന്താണ് സംഭവിക്കുക? ഒരു കുഴപ്പമില്ല. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ എൻ്റെ ശ്രദ്ധ, ഞാൻ കോൺഷ്യസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിൽ നിന്ന് എൻ്റെ ശ്രദ്ധ മാറിയെന്ന് ഞാൻ അറിയുമല്ലോ, എനിക്കൊരു അറിവുണ്ടാവുമല്ലോ. അത് അവയർനെസ്സാണ്. അതും അവയർനെസ്സാണ്. അവയർനെസ്, നമ്മുടെ അവയർനെസ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് സ്വയം റെക്കഗ്നൈസ് ചെയ്യുകയാണ്. അപ്പം തന്നെ നമ്മൾ അവയർനെസ്സിലോട്ട് വന്നു കഴിഞ്ഞു വീണ്ടും. അതുകൊണ്ട് അയ്യോ എൻ്റെ അവയർനെസ് പോയേ, അതുകൊണ്ട് ഞാൻ ഇതിനെ പിടിച്ച് കൂടുതൽ ഇത് സീരിയസ് ആയിട്ട് കട്ട് ചെയ്യണേ എന്ന് ചിന്തിച്ച് കഴിഞ്ഞാലേ നമ്മൾ ഭയങ്കരമായൊരു സെൽഫ് സെൻറ്റേർഡ് ആക്ടിവിറ്റിയാണ് അവിടെ ചെയ്യുന്നത്. അത് ചെയ്യാൻ പാടില്ല. നമ്മൾ ബേസിക്കലി വെൻ യു നോ നമ്മുടെ കോൺഷ്യസ്നെസ് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാവുന്ന സമയത്ത് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ആ മനസ്സിലാക്കുന്ന ആ ഒരു അറിവ് തന്നെയാണ് അവയർനെസ്. അവയർനെസ്സിന് അങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ബേസിക്കലി അറിവാണ് അവയർനെസ് എന്ന് ഞാൻ പലപ്പോഴും പറയുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. സോ ആ അറിവ് വരുമ്പോൾ വീണ്ടും കോൺഷ്യസ് ആവുക. ആ അറിവിനെ, ആ എല്ലാം അറിയുന്ന അറിവിനെ അറിവായി തന്നെ നിലനിർത്തുക. അതിൽ ചിന്തയുടെ അമിത ഭാരം കൊണ്ടുവരേണ്ട കാര്യമില്ല. അത് വരുന്നത് നമ്മുടെ ഈഗോയിൽ നിന്നാണ്. നോക്കൂ, എനിക്ക് എപ്പോഴും 24/7 അവയർനെസ്സായിട്ട് ഇരിക്കാൻ സാധിക്കുന്ന ഒരാളല്ല ഞാൻ. ഈ എല്ലാ മനുഷ്യരും അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശരീരമുള്ള മനുഷ്യനായി ജീവിക്കുമ്പോൾ 100% അവയർനെസ്സായി നമുക്ക് മാറാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ശരീരം നശിച്ചു പോകും, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. ഈ ശരീരത്തിൽ ചിലപ്പോൾ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ചില വ്യക്തികൾക്ക് അത് സാധിച്ചെന്നിരിക്കാം, രമണ മഹർഷിയൊക്കെ പോലെ. അവർ പോലും ആ ശരീരം ഒരുപാട് സഫർ ചെയ്യേണ്ടി വരും. എന്നാലും 100% ശുദ്ധബോധമാണോ അവരെന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ബോഡി ബൗണ്ടാണ് അവർ. ഫിസിക്കൽ റിയാലിറ്റി അവരെ ബൗണ്ട് ചെയ്യുകയാണ്. കർമ്മയുടെ ഗ്രിപ്പാണത്. പക്ഷെ ആ ഒരു ശരീരം കൂടി പൂർണ്ണമായി ആ കർമ്മം പൂർത്തിയാക്കുന്നതോടുകൂടി അവർ ശരിക്കും ശുദ്ധബോധമാണ്. അതുകൊണ്ടാണ് രമണ മഹർഷി ഇപ്പോൾ ഈ നിമിഷം ഇവിടെയും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നതിൻ്റെ ഒരു കാരണം. അപ്പോൾ ഈ അവയർനെസ് 24/7 മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് സാധിക്കാറില്ല. എൻ്റെ അവയർനെസ്സിൻ്റെ ലെവൽ പല മനുഷ്യരിൽ പല ലെവലിലാണ് അവയർനെസ് എക്സ്പീരിയൻസ് ആവുന്ന. ഈ ബോധോദയം നേടി എന്ന് പറയുന്ന ആളുകളിൽ പോലും എല്ലാവരിലും ഒരേ ലെവൽ ഓഫ് റൈസിങ് ആയിരിക്കില്ല അവയർനെസ്സിന് ഉണ്ടാവുക. ഈ അവയർനെസ്സിൻ്റെ ലെവൽസ് ഇങ്ങനെ പലരിലും വേരി ചെയ്ത് നിൽക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഫിസിക്കൽ റിയാലിറ്റിയുടെ ആസ്പെക്റ്റിലാണ് ഞാൻ പറയുന്നത്. ശരിക്കും ശുദ്ധബോധം ഒന്നേ ഉള്ളൂ, അതിന് ലെവൽസ് ഇല്ല. പക്ഷെ നമ്മൾക്ക് അത് മനസ്സിലാകും. ഒരാളുടെ ബോഡിയിൽ അത് എത്രത്തോളം റിഫ്ലക്റ്റ് ആവുന്നു എന്നുള്ളതിനെ പറ്റിയാണ് ഈ പറയുന്നത്. അല്ലെങ്കിൽ അയാളുടെ ആക്ടിവിറ്റീസിൽ, അല്ലെങ്കിൽ അയാളുടെ അവയർനെസ്സിൽ, അതിനെ പറ്റിയാണ് പറയുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം സെൻസിറ്റിവിറ്റി ഉണ്ട്, എത്രത്തോളം കൂളായിട്ടൊരു വീഡിയോ, അല്ലെങ്കിൽ എത്രത്തോളം കീനായിട്ടാണ് ഒരു വീഡിയോ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം അവയർനെസ്സോട് കൂടിയാണ് ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്യാവശ്യം സെൻസിറ്റിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകും, ഓരോ വീഡിയോയിലും എൻ്റെ ഒരു ലെവൽ ഓഫ് അവയർനെസ്, അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ആവുന്ന അവയർനെസ് പല ഗ്രേഡിലാണ് നിൽക്കുന്നതെന്ന്. ചില വീഡിയോസിൽ ഞാൻ വളരെ അവെയർ ആയിട്ടായിരിക്കും സംസാരിക്കുന്നത്. എൻ്റെ അതിൽ അത്തരം വീഡിയോസിൽ എൻ്റെ എനർജിയും വളരെ ഹൈ ആയിരിക്കും. നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ ഒരു സുഖം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അത് ആ ഒരു അവയർനെസ്സിൻ്റെ ഒരു പ്ലസൻറ്റ് എക്സ്പീരിയൻസ് നമുക്ക് തരുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ മറ്റു ചില വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് സാധിക്കാറില്ല. കാരണം ആ വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ അത്രയും അവെയർ ആയിരിക്കില്ല, അല്ലെങ്കിൽ എൻ്റെ എപ്പോഴും നിലനിൽക്കുന്ന ഈ ശുദ്ധബോധവുമായി, അല്ലെങ്കിൽ അവയർനെസ്സുമായി ഞാൻ അത്രത്തോളം കണക്റ്റഡ് ആയിരിക്കില്ല. ബേസിക്കലി ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു സെൽഫ് ഐഡൻറ്റിറ്റി, മറ്റു പല കാര്യങ്ങൾ നമ്മളെ ഇതിൽ നിന്ന് അപ്പ് ആൻഡ് ഡൗണിൽ ഇങ്ങനെ റൈസിങ് അപ്പും റൈസിങ് ഡൗണും ഒക്കെ സംഭവിക്കും. ഞാൻ പിന്നെ ഇതിനെപ്പറ്റി വലിയ കൺസേൺഡ് ആവുകയോ ബോധേഡ് ആവുകയോ ഒന്നും ചെയ്യാറില്ല. ഐ ജസ്റ്റ് ലെറ്റ് ഇറ്റ് ബി. ഇഫ് ഐ എം അവെയർ, ഐ എം അവെയർ. ഇഫ് ഐ എം നോട്ട് അവെയർ, ദെൻ ഇറ്റ്സ് ഓക്കെ. കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ സംഭവിക്കേണ്ടത് എന്തായാലും സംഭവിച്ചിരിക്കും. സോ അതിനെപ്പറ്റി നമ്മൾ വറീഡ് ആവേണ്ട കാര്യമില്ല. കാരണം വറീഡ് ആവുന്നതും കൺട്രോൾ ആവുന്നതും ആരാണ്? കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ആരാണ്? ഒബ്വിയസ്ലി നമ്മുടെ സെൽഫ് ഐഡൻറ്റിറ്റി, നമ്മുടെ ഈഗോയാണ്. അത് കൂടുതൽ കോംപ്ലിക്കേഷനിലോട്ട് കൊണ്ടുപോവുകയുള്ളൂ. സോ എനിക്ക് ഈ രാത്രി ഉണ്ടായ ഇൻസൈറ്റ്
നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ വളരെ ഷോർട്ടാണെന്നാണ് എൻ്റെ ഒരു കമ്പയർഡ് ടു മൈ അതർ വീഡിയോസ് ഐ തിങ്ക് ദിസ് ഈസ് ഷോർട്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.